പ്രിയപ്പെട്ട കുട്ടികളെ, അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം നിഡേറിയയെ കുറിച്ചാണ്. ഫൈലം നിഡേറിയ ഈസ് അതർവൈസ് നോൺ ആസ് ഫൈലം സീലൻഡ്രേറ്റ. ഈ ഫൈലത്തിന് നിഡേറിയ എന്ന പേര് വരാൻ കാരണം നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഡിഫൻസ് ഓർഗൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഫൈലത്തിന് ഈ പേര് വരാൻ കാരണം, നിഡേറിയ എന്ന്. ഈ ഫൈലത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതായത് ഫൈലം സീലൻഡ്രേറ്റ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. സീലൻഡ്രേറ്റ എന്ന പേര് വരാൻ കാരണം അതിന് സീലൻഡ്രോൺ അഥവാ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി കാണപ്പെടുന്നത് കൊണ്ടാണ്. അതായത് ഒരു സെൻട്രൽ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി ഉണ്ട്. അതിന് മറ്റൊരു പേരാണ് സീലൻഡ്രോൺ. അപ്പോൾ അതുള്ളതുകൊണ്ട് അവരെ സീലൻഡ്രേറ്റ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഫൈലത്തെക്കുറിച്ചാണ്, ഫൈലം നിഡേറിയയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈലം നിഡേറിയയുടെ ജനറൽ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണ്. ആദ്യം ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് ആണ്. അക്വാട്ടിക്കാണ്, ജലജീവികളാണെങ്കിലും മോസ്റ്റ്ലി മറൈനാണ്, സമുദ്രത്തിലാണ് ഇവർ കാണപ്പെടുന്നത്. മറ്റൊന്ന് സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ് ആണ്. സെസൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അറ്റാച്ച്ഡ് ഫോമാണ്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഫ്രീ ആയിട്ട് ഫ്ലോട്ടിംഗ് ഫോംസും ഈ ഫൈലത്തിൽ വരുന്ന ചില ജീവികൾ കാണിക്കുന്നുണ്ട്. പിന്നെ സോളിറ്ററി ഓർ കൊളോണിയലുമാണ്. അപ്പോൾ സോളിറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഏകാന്തമായി ജീവിക്കുന്ന ജീവികളുമുണ്ട്. കോളനിയായിട്ട്, ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ അക്വാട്ടിക് ആണെങ്കിലും മോസ്റ്റ്ലി മറൈൻ, സെസൈൽ ഓർ അറ്റാച്ച്ഡ് ഫോമാണ്, അല്ലെങ്കിൽ ഫ്രീ സ്വിമ്മിങ് ഫോമും ഉണ്ട്. അതുപോലെ തന്നെ സോളിറ്ററിയും ഉണ്ട്, കൊളോണിയൽ ഫോംസും ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന് ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷനാണ്. ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. സിമട്രി, റേഡിയൽ സിമട്രിയാണ്. ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ കാണിക്കുന്ന സിമട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയൽ സിമട്രിയാണ്. അതിൽ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷന് നമ്മൾ ഈ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ, സിമട്രിയും ഒക്കെ വിശദമായി പഠിച്ചതാണ്. അപ്പോൾ ഫൈലം നിഡേറിയയിൽ വരുന്ന ജീവികൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനും റേഡിയൽ സിമട്രിയും കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാസെല്ലുലാർ ഡൈജഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രാസെല്ലുലാർ എന്ന് പറയുമ്പോഴത്തേക്ക് സെല്ലിനകത്ത് വെച്ചാണ് ഡൈജഷൻ എന്നുള്ളതെങ്കിൽ ഇൻട്രാസെല്ലുലാർ എന്നും, സെല്ലിന് പുറത്താണെങ്കിൽ അതിനെ എക്സ്ട്രാസെല്ലുലാർ ഡൈജഷൻ എന്നും പറയും. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും അവർ കാണിക്കുന്നുണ്ട്, ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാസെല്ലുലാർ ഡൈജഷൻ. റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റവും ആബ്സെൻ്റ് ആണ്. എന്തൊക്കെയാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്, ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാസെല്ലുലാർ ഡൈജഷൻ, റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെൻ്റ്, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റവും. യുണീക്ക് ഫീച്ചേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഫൈലം സീലൻഡ്രേറ്റ, അതായത് നിഡേറിയയുടെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എക്സാമിന് പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം ടെൻഡക്കിൾസ് വിത്ത് നിഡോബ്ലാസ്റ്റ്. അപ്പോൾ എന്താണ് ടെൻഡക്കിൾസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹൈഡ്രയുടെ ടെൻഡക്കിൾസ് നിങ്ങൾ കണ്ടതാണ്. എന്താണ് ടെൻഡക്കിൾസ്? ടെൻഡക്കിൾസ് ആർ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് സറൗണ്ട്സ് ദി മൗത്ത് ഓഫ് സിലിൻഡ്രേറ്റ്. അപ്പം ഈ ഹൈഡ്ര പോലുള്ള ഓർഗാനിസം, ഈ ജീവികളുടെയൊക്കെ മൗത്തിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ടെൻഡക്കിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? യൂസ്ഡ് ഫോർ ഫുഡ് ക്യാപ്ചർ ആൻഡ് ഡിഫെൻസ്. അപ്പോൾ ആഹാരം എടുക്കുന്നതും ക്യാപ്ചർ ചെയ്യുന്നതിനും ഡിഫൻസ്, പ്രതിരോധം, ശത്രുക്കളെ നേരിടുന്നതിനുമൊക്കെ ഇത് സഹായിക്കാറുണ്ട്. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന, അതായത് ഈ ടെൻഡക്കിൾസിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രധാന ഭാഗമാണ് നിഡോബ്ലാസ്റ്റ്, നിഡോസൈറ്റ് എന്നും പറയും. ആർ സ്റ്റിങ്ങിങ് സെൽസ് പ്രസൻറ്റ് ഓൺ ദി ടെൻഡക്കിൾസ് ആൻഡ് ദി ബോഡി. അതിനകത്ത് പോയിസൺ ഫിൽഡ് ക്യാപ്സൂൾ കാർഡ് നിമാറ്റോസിസ്റ്റ്. ഇപ്പം നിഡോബ്ലാസ്റ്റിൻ്റെ ഡയഗ്രാം അവിടെ നിങ്ങൾക്ക് സൈഡിന് കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് നിമാറ്റോസിസ്റ്റ് ഉണ്ട്, ത്രെഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ക്യാപ്സ്യൂളും ഒക്കെ കാണപ്പെടുന്നുണ്ട്.
ആ ക്യാപ്സ്യൂളിൻ്റെ പേരാണെന്തോന്ന് നിമാറ്റോസിസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് പോയിസൺ ഉണ്ട്. അപ്പോൾ എന്താണ് ഫങ്ഷൻ അതിൻ്റെ? നിഡോബ്ലാസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ആങ്കറേജ്, ഡിഫൻസ് ആൻഡ് ടു ക്യാപ്ചർ പ്രേ. അപ്പോൾ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത്, അപ്പോൾ അക്വാട്ടിക്കാണ്, വെള്ളത്തിൽ ഒഴുകി പോകാതെ എവിടെയെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്ത് കിടക്കണമെന്നുണ്ടെങ്കിലോ തൂങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിലോ ഡിഫൻസ്, ശത്രുക്കളെ നേരിടുന്നതിനും, അതുപോലെ തന്നെ ക്യാപ്ചർ പ്രേ എന്ന് വെച്ചാൽ എന്താണ്, ഇരയെ പിടിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് ഏത്? നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിഡോബ്ലാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഫൈലത്തിന് ഏത് പേര് വരാൻ കാരണം? നിഡേരിയ എന്ന പേര് വരാനും കാരണം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്. അതിന് പല പേരുകളിൽ അറിയപ്പെടുന്നു. എന്താണ്? നിഡോസൈറ്റ് എന്നും അറിയപ്പെടും. അത് സ്റ്റിങ്ങിങ് സെൽസാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ടെൻഡക്കിൾസിലാണ്. ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് അവരുടെ ടെൻഡക്കിൾസ് എന്ന് പറയുന്നത്. ഫുഡ് ക്യാപ്ചറിനുമൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ നിഡോബ്ലാസ്റ്റിൽ എന്തൊക്കെയുണ്ട്? നിമാറ്റോസിസ്റ്റ് ഉണ്ട്. നിമാറ്റോസിസ്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് കാണാം, ക്യാപ്സ്യൂൾ പോലുള്ളത്. അതിനകത്ത് എന്തോ ഉണ്ട്? പോയിസൺ ഉണ്ട്, വിഷം അടങ്ങിയിട്ടുണ്ട്. അത് കുത്തി വെച്ച് ശത്രുക്കളെ ആക്രമിക്കുന്നതിനും ഡിഫൻസ് പ്രതിരോധിക്കുന്നതിനും ഒക്കെ അത് സഹായകരമാണ്. അപ്പോൾ നിഡോബ്ലാസ്റ്റ് എക്സാമിന് ചോദിക്കും, ഓർത്ത് വെച്ചോണം, ഒരു യുണീക്ക് ക്യാരക്ടറാണ്. നിങ്ങളെന്തോ എഴുതാം? നിഡോബ്ലാസ്റ്റ് ആർ സ്റ്റിങ്ങിങ് സെൽസ് വിത്ത് എ പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂൾ കോൾഡ് നിമാറ്റോസിസ്റ്റ്. പിന്നീട് അതിൻ്റെ ഫങ്ഷൻ എന്താണ്? നിഡോബ്ലാസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ആങ്കറേജ്, ഡിഫൻസ് ആൻഡ് ടു ക്യാപ്ചർ പ്രേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് നിഡോബ്ലാസ്റ്റ്. ഫൈലം നിഡേരിയയുടെ മറ്റൊരു യുണീക്ക് ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി. ദിസ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി ഈസ് അതർവൈസ് നോൺ ആസ് സീലൻഡ്രോൺ. അപ്പോൾ അവിടെ ഹൈഡ്രയുടെ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ്? വിത്ത് ആൻ ഓപ്പണിംഗ്. അതേതാണ് ഓപ്പണിംഗ്? മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം. അപ്പോൾ മൗത്തും ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണല്ലേ, മൗത്തും ഏനസും. അപ്പോൾ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആഹാരം അകത്തേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ എക്സ്ക്രീഷൻ, അപ്പം വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് പോകുന്നത് ഏത് ഓപ്പണിങ്ങിൽ കൂടെ തന്നെയാണ്? മൗത്തിൽ കൂടെയാണ്. അപ്പോൾ മൗത്തും ഏനസും ഒരു ഓപ്പണിംഗ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സെൻട്രൽ ക്യാവിറ്റി ആണ് അവർക്കുള്ളത്. ഏതാണ്? ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി. അപ്പോൾ ദാറ്റ് ഓപ്പണിംഗ് എവിടെ കാണപ്പെടുന്നത്? ഹൈപ്പോസ്റ്റോമിൻ്റെ അടുത്ത് മൗത്തും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സെൻട്രൽ ബോഡി ക്യാവിറ്റിയെയാണ് നമ്മൾ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് സീലൻഡ്രോൺ. അപ്പോൾ ഈ സീലൻഡ്രോൺ ഉള്ളതുകൊണ്ടാണ് ഫൈലം നിഡേരിയയെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫൈലം സീലൻഡ്രേറ്റ എന്ന പേരിലും അറിയപ്പെടുന്നത്. അത് ഓർമ്മയിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി ഓർ സീലൻഡ്രോൺ. ഫൈലം നിഡേരിയയുടെ മറ്റൊരു പ്രധാന സ്വഭാവ സവിശേഷതയിലേക്ക് നമ്മൾ പോവുകയാണ്. യുണീക്ക് ഫീച്ചർ, ദറ്റ് ഈസ് പോളിപ്പ് ആൻഡ് മെഡൂസ ഫോംസ്. These are two types of body forms in Cnidarians. അപ്പോൾ സിലൻഡ്രേറ്റ് രണ്ട് ബോഡി ഫോംസ് അവർ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് പോളിപ്പാണ്. പോളിപ്പ് ഈസ് ട്യൂബുലാർ അറ്റാച്ച്ഡ് സെക്ഷുവൽ ഫോം വിത്ത് അപ്വാർഡ്ലി ഡയറക്റ്റഡ് മൗത്ത് ആൻഡ് ടെൻറ്റക്കിൾസ്. അപ്പോൾ ഹൈഡ്രയുടെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആഡംസിയ ആണ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രയും ഉണ്ട്, ആഡംസിയ അതായത് സി അനിമൽ. അപ്പോൾ അതൊരു പോളിപ്പാണ്. പോളിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യത്തില്ല അത്തരത്തിലുള്ള ജീവികൾ. അപ്പോൾ അത്തരത്തിൽ ഈ ഫൈലത്തിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഏത്? ഹൈഡ്ര. അതുപോലെ തന്നെ ആഡംസിയ. അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്? അറ്റാച്ച്ഡ് ആണ്. ബോഡി നോക്കിക്ക് ട്യൂബുലാർ ഫോമാണ്. ആഡംസിയ നിങ്ങൾ കാണാൻ കഴിയും ഡയഗ്രത്തിൽ. അതുപോലെ ഹൈഡ്രയും എങ്ങനെയാണ്? അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്വാർഡ്ലി ഡയറക്റ്റഡ് മൗത്താണ്. എൻ്റെ മൗത്ത് എവിടെയാണ് ഇരിക്കുന്നത്? മുകളിൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം കാണപ്പെടുന്നു.
അതിന് എക്സാമ്പിളാണ് നമ്മൾ ഹൈഡ്രായും ആഡംസിയായും പറഞ്ഞു. ഇനി മറ്റൊരു ഫോമാണ് ഈ ഫൈലത്തിൽ തന്നെ കാണപ്പെടുന്നത്. മെഡൂസ ഫോം എന്ന് പറയുന്ന ഒരു ടൈപ്പും ഈ ഫൈലത്തിൽ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത നോക്കിക്കുക എന്തൊക്കെയാണ്. അത് അംബർല ലൈക്കാണ്. ഇപ്പുറത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്രാം കാണാൻ കഴിയും. മെഡൂസ ഫോം ഉള്ള ഒരു ജീവിയാണ്. ഒറീലിയ ജെല്ലി ഫിഷ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അതിൻ്റെ അംബർല പോലെ ഇരിക്കുകയാണ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗ്രാം. അത് ഫ്രീ സ്വിമ്മിങ് ആണ്. വെള്ളത്തിൽ കൂടെ നീന്തി നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോളിപ്പ് ഫോമായിട്ടുള്ള ആഡംസിയ, ഹൈഡ്ര അവർക്കൊക്കെ നീന്താനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നതാണ്. പക്ഷേ ഈ മെഡൂസ ഫോമിൻ്റെ പ്രത്യേകത എന്താണ്? അംബർല ലൈക്കാണ്, ഫ്രീ സ്വിമ്മിങ് ആണ്, സെക്ഷൽ ഫോമാണ്. നേരത്തെ പറഞ്ഞ പോളിപ്പ് എങ്ങനെയായിരുന്നു? എസെക്ഷൽ ഫോമാണെങ്കിൽ മെഡൂസ ഫോം എങ്ങനെയാണ്? സെക്ഷൽ ഫോമാണ്. വിത്ത് ഡൗൺവേർഡ്ലി ഡയറക്റ്റഡ് മൗത്ത് ആൻഡ് ടെൻഡക്കിൾസ്. അപ്പോൾ ടെൻഡക്കിൾസ് നോക്കിക്കുകയും നിങ്ങൾ ഒറീലിയയുടെ ജെല്ലി ഫിഷിൻ്റെ ടെൻഡക്കിൾസ് താഴോട്ടാണ് കാണപ്പെടുന്നത്. നേരത്തെ മറിച്ച് ആഡംസിയയുടെ നോക്കിയാണ് അപ്വേർഡ്ലി ഡയറക്റ്റഡ് ആണ്. മൗത്തും ടെൻഡക്കിൾസ് മുകളിലോട്ടാണ് ഇരിക്കുന്നത്, ഇത് താഴോട്ടാണ് ഇരിക്കുന്നത് മെഡൂസയുടെ. അതാണ് വ്യത്യാസങ്ങൾ. പല പ്രാവശ്യം എക്സാമിന് ഈ 2 സ്റ്റേജുകൾ, ഈ നിഡേരിയയുടെ 2 ബോഡി ഫോംസ് ഏതൊക്കെയാണെന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നും പറഞ്ഞ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം നിങ്ങൾ ആ കാണുന്ന പോളിഫോമിൻ്റെയും മെഡൂസ ഫോമിൻ്റെയും ഒക്കെ ഡയഗ്രാം തന്നിട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ഇതേപോലെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണിത്. പോളിപ്പ് ആൻഡ് മെഡൂസ ഫോംസ് ഓഫ് നിഡേരിയൻസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് പ്രധാനമായും നോട്ട് ചെയ്ത് വെച്ചോണം. അതിൻ്റെ എക്സാമ്പിളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫൈലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്, യുണീക്ക് ക്യാരക്ടറാണ്. പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. യുണീക്ക് ഫീച്ചറാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് മെറ്റാജനസിസ്. തൊട്ട് മുൻപേ ഉള്ള സ്ലൈഡിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ഫൈലം 2 ബോഡി ഫോംസ് കാണിക്കുന്നു. ഏതൊക്കെയായിരുന്നു? പോളിപ്പ് സ്റ്റേജും മെഡൂസ സ്റ്റേജും. അത് തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാജനസിസ്? ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഷോൺ ബൈ സം നിഡേരിയൻസ് ഇൻ വിച്ച് പോളിപ്സ് പ്രൊഡ്യൂസ് മെഡൂസെ എസെക്ഷലി ആൻഡ് മെഡൂസ ഫോം പോളിപ്പ് സെക്ഷലി. ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, ഒബീലിയ. നിങ്ങൾ ആ ഡയഗ്രാം ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ ഒബീലിയ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഒരു പ്ലാന്റ് ആണെന്ന്. ആ ഫ്ലവറും ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണെന്നാണ് തോന്നിയത്. യഥാർത്ഥത്തിലൊരു ജീവിയാണ്. ഫൈലം നിഡേരിയയിൽ വരുന്ന ഒരു ജീവിക്ക് എക്സാമ്പിളാണ് ഏതാ? ഒബീലിയ എന്ന് പറയുന്നത്. ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതായത് മെറ്റാജനസിസ് കാണിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ നോക്കാം ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന്. ആ അറ്റാച്ച്ഡ് ഫോമായിട്ടുള്ള ആ ജീവി ഏത് സ്റ്റേജ് ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞത് പോളിപ്പ് സ്റ്റേജ് ആണല്ലോ അറ്റാച്ച്ഡ് ഫോം. വ്യത്യാസം പഠിച്ചതല്ലേ നമ്മൾ, പോളിപ്പും മെഡൂസ. അപ്പോൾ പോളിപ്പ് അറ്റാച്ച്ഡ് ഫോമാന്ന് പറഞ്ഞു. അപ്പോൾ ആ അറ്റാച്ച് ചെയ്ത ഫോമിനകത്ത് നമുക്ക് കാണാൻ കഴിയും പല പോളിപ്പുകൾ കാണാൻ കഴിയും. റീപ്രൊഡക്റ്റീവ് പോളിപ്പ്, ഫീഡിങ് ആഹാരം കഴിക്കുന്നതിനുള്ളത്, മെഡൂസ ബഡ് കാണാൻ കഴിയും, ഒക്കെ ആ ഒബീലിയയിലെ ബോഡിയിൽ കാണാൻ കഴിയും. അതിൽ നിന്നും മെഡൂസ ബഡ്സ് സെപ്പറേറ്റ് ചെയ്ത് എന്ന് കാണാൻ കഴിയും. അതിനകത്ത് ഗൊണാഡ്സ് ഒക്കെ ഉണ്ട്. ഗൊണാഡ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ലൈംഗിക അവയവങ്ങൾ. അപ്പോൾ ആ മെഡൂസ എന്തോ പ്രൊഡ്യൂസ് ചെയ്യുന്നു? എഗ്ഗും സ്പേമും പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പോളിപ്പ് അറ്റാച്ച്ഡ് ഫോമാണ്. അതിൽ നിന്ന് മെഡൂസ ഉണ്ടാകുന്നു. മെഡൂസ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞേ? മെഡൂസ എങ്ങനെയാണ്? ഫ്രീ സ്വിമ്മിങ് ആണ്, അറ്റാച്ച്ഡ് ഫോം അല്ല. അപ്പോൾ മെഡൂസ ഫ്രീ സ്വിമ്മിങ് ആണ്. അതിൽ നിന്ന് എന്തോ ഉണ്ടാകും? എഗ്ഗും സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്താൽ എന്തോ ഉണ്ടാകും? ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കും, സൈഗോട്ട് ഉണ്ടാകും. അവിടെ ഒരു ലാർവ ഉണ്ടാകുന്നു, അല്ലേ? ഒരു ലാർവ ഫോം ചെയ്യുന്നു. പ്ലാന്റിലെ ലാർവ ഫോം ചെയ്യുകയാണ്. ആ ലാർവ കുറേ കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യുന്നു? അതൊരു പോളിപ്പായി മാറുകയാണ്. വീണ്ടും അറ്റാച്ച്ഡ് ഫോമായിട്ടുള്ള ഒരു പോളിപ്പ് സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ജീവിയിൽ തന്നെ അതിൻ്റെ ലൈഫ് സൈക്കിൾ 2 ഘട്ടവും, അതായത് പോളിപ്പ് സ്റ്റേജും മെഡൂസ സ്റ്റേജും ഒരു ജീവിയുടെ ലൈഫ് സൈക്കിളിൽ തന്നെ കാണുകയാണെങ്കിൽ, പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്?
ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതായത് മെറ്റാജനസിസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോളിപ് സ്റ്റേജ് മാത്രമായിട്ടുള്ള ജീവികളാണ് ഇതൊക്കെ ഹൈഡ്ര, ആഡംസി, അതായത് സീ ഫ്ലവർ. പക്ഷേ അതിന് ആ ജീവിതകാലം മൊത്തം ഏത് മാത്രമേ ഉള്ളൂ, പോളിപ് സ്റ്റേജായിട്ട് തന്നെ കാണപ്പെടുന്നത്. പക്ഷേ മെഡൂസ സ്റ്റേജ് മാത്രമുള്ള ജീവിയും ഉണ്ട്, ഏതാണ് ഓറീലിയ, അതായത് ജെല്ലി. ഫൈലം നിഡേരിയയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. സം ഓഫ് ദി നിഡേരിയൻസ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോറൽസ് ഹാവ് എ സ്കെലിട്ടൺ കമ്പോസ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ഈ ഫൈലത്തിൽ വരുന്ന ഒരു വിഭാഗം ജീവികളാണ് കോറൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ പവിഴപ്പുറ്റുകൾ എന്ന് കേട്ട് കാണും. അപ്പോൾ അവയാണ് കോറൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവയ്ക്ക് എന്തുകൊണ്ട് സ്കെലിട്ടൺ, നമ്മുടെ സ്കെലിട്ടൺ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ബോണും കാർട്ടിലേജും. പക്ഷേ അവരുടെ ബോഡി എന്തുകൊണ്ടാണ്, അവരുടെ സ്കെലിട്ടൺ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓർമ്മയിരിക്കുക, കോറൽസ് ഹാവ് സ്കെലിട്ടൺ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഇനി മറ്റൊരു ക്യാരക്ടർ നമുക്ക് പഠിക്കാനുള്ളത് റീപ്രൊഡക്ഷനാണ്. പോളിപ്പ് എന്താണെന്ന് നമുക്ക് പഠിക്കുകയുണ്ടായി. മെഡൂസയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു കഴിഞ്ഞു, പോളിപ്പ് സ്റ്റേജും മെഡൂസ സ്റ്റേജും. അപ്പോൾ പോളിപ്പ് റീപ്രൊഡ്യൂസസ് എസെക്ഷുവലി. അതെങ്ങനെയാണ്, ബഡ്ഡിങ്, മുകുളനം എന്ന് നിങ്ങൾ കേട്ട് കാണും. ശരീരത്തിൻ്റെ ഒരു ഭാഗം ബഡ് പോലെ ഡെവലപ്പ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പുതിയ ഒരു ഹൈഡ്ര ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. പിന്നെ മെഡൂസ സെക്ഷുവലിയാണ്. അത് എഗ്ഗും സ്പേമും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും, അതിൽ നിന്ന് ലാർവ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഏതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള റീപ്രൊഡക്ഷനും ആര് കാണിക്കുന്നുണ്ട്, ഫൈലം നിഡേരിയ, അതായത് സിലൻഡ്രേറ്റ്സ് കാണിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ സെപ്പറേറ്റ് സെക്സസ് എന്ന് വെച്ചാൽ എന്താണ്, മിക്കവാറും ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ ആണും പെണ്ണും എങ്ങനെയാണ്, വേറെ വേറെയാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്, ബോഡിക്ക് പുറത്ത് വെച്ചാണ് എന്തോ നടക്കുന്നത്, ഗാമേറ്റിൻ്റെയും ഫീമെയിൽ ഗാമേറ്റിൻ്റെയും, അതായത് എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഫ്യൂഷൻ നടക്കുന്നത് ബോഡിക്ക് പുറത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് എന്താണ് നിങ്ങൾക്ക് നേരത്തെ അറിയാം. എന്താണ് ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടങ്ങളിൽ ആ ലാർവൽ സ്റ്റേജ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്തോ പറയുന്നത്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ. എന്തൊക്കെയാണ്, പോളിപ്പ് റീപ്രൊഡ്യൂസസ് എസെക്ഷലി ബൈ ബഡ്ഡിങ് ആൻഡ് മെഡൂസ സെക്ഷുവലി നിങ്ങൾക്കറിയാം, പ്രൊഡ്യൂസ് എഗ് ആൻഡ് സ്പേംസ്. മോസ്റ്റ് ഓഫ് ദം ആർ സെപ്പറേറ്റ്, ദം ഹാവ് സെപ്പറേറ്റ് സെക്സസ്. ദെൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്. അവസാനമായി നമുക്ക് ഈ ഫൈലത്തിൽ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാണ് ഹൈഡ്ര, അതിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഒബീലിയയാണ്. മറ്റൊന്ന് ഫൈസാലിയ, ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചേരുംപടി ചേർക്കാനും മറ്റ് പേരും അത് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് അഡംസിയയാണ്. എൻ്റെ മറ്റൊരു കോമൺ നെയിം ഏതാണ്, സീ അനിമോൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് പെന്നാറ്റിലെയാണ്, സീ പെൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഏതാണ്, ഗോർഗോണിയ, സീ ഫാനാണ്, സീ ഫാൻ. മറ്റൊരാൾ ആരാണ്, മിയാൻഡ്രിന ആണ്. അതിന് ബ്രെയിൻ കോറൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കോറൽസ് പഠിച്ചതാണ്, ആ കോറൽസിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ചില എക്സാമ്പിൾ ആണ് ഈ ഫൈലത്തിൽ വരുന്നത്. ഇപ്പോൾ ആ പേരുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കണം. അത് കോമണായിട്ട് അറിയപ്പെടുന്ന മറ്റേതെങ്കിലും പേരുകളുണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാക്കി വെച്ചേക്കണം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഫൈലം സിലൻഡ്രേറ്റയുടേത്. അപ്പോൾ അവസാനമായി നമ്മൾ ഈ ഫൈലത്തിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ഒന്നുകൂടെ പറയുകയാണ്. ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ടിഷ്യൂ ലെവലാണ്. പിന്നെ സിമട്രി റേഡിയലാണ്. ജേം ലെയേഴ്സ് ഡിപ്ലോബ്ലാസ്റ്റിക്. സീലോം അസീലോമേറ്റ്. ഹാബിറ്റാറ്റ് അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ, സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. സെസൈൽ അതായത് അറ്റാച്ച്ഡ് ഫോമാണ്.
ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ളവരുമുണ്ട്, സോളിറ്ററി ഒറ്റയ്ക്കായിട്ടുള്ളവരുമുണ്ട്, കോളനിയായിട്ട് ഗ്രൂപ്പായിട്ട് താമസിക്കുന്നവരുമുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. അതാണ് ഹൈഡ്രയുടെയൊക്കെ ഇഞ്ചക്ഷൻ ആൻഡ് ഇഞ്ചക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദി സെയിം ഓപ്പണിംഗ്. ഹൈപ്പോസ്റ്റോമിലാണ് മൗത്ത് കാണുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ഓപ്പണിങ്ങേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഡൈജഷൻ എങ്ങനെയായിരുന്നു? ഇൻട്രാസെല്ലുലാർ ഡൈജഷനും എക്സ്ട്രാസെല്ലുലാർ ഡൈജഷനും നമുക്ക് കാണാൻ കഴിയും. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും ഒക്കെ ആബ്സെൻ്റ് ആണ്. പിന്നെ റീപ്രൊഡക്ഷൻ, പോളിപ്പ് റീപ്രൊഡ്യൂസേഴ്സ് എസെക്ഷലി ബഡ്ഡിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മെഡൂസ സെക്ഷലി ആണെന്നും പറഞ്ഞു. മോസ്റ്റ് ആർ സെപ്പറേറ്റ് സെക്സസ്. പിന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് ആണെന്നും പറഞ്ഞു. പിന്നെ യുണീക്ക് ഫീച്ചേഴ്സിൽ എന്തൊക്കെയാണ്? ടെൻഡക്കിൾസ് വിത്ത് നിഡോബ്ലാസ്റ്റ് ഉണ്ട്, ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി അഥവാ സിലിൻഡ്രോൺ ഉണ്ട്. അതുകൊണ്ടാണ് സിലിൻഡ്രേറ്റ എന്നുള്ള പേര് വരാൻ കാരണം. നിഡോബ്ലാസ്റ്റ് ഉള്ളതുകൊണ്ട് നിഡേരിയ എന്ന പേര് വന്നു. പിന്നെ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റിക്ക് ഓപ്പണിംഗ് മൗത്ത് ഉണ്ട്. ഇവിടെ കാണപ്പെടുന്ന ഹൈപ്പോസ്റ്റോമിൽ പോളിപ്പ് ആൻഡ് മെഡൂസ ഫോംസ് കാണപ്പെടുന്നു. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. കോറൽസ് ഹാവ് സ്കെലിട്ടൺ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു? കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ അതൊക്കെ ചില യുണീക്ക് ഫീച്ചേഴ്സാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എക്സാമ്പിൾ നമ്മൾ ഹൈഡ്ര, ബീലിയ, ഓറീലിയ, ഫൈസാലിയ, അഡംസിയ, നാറ്റില, ഗർഗോണിയ, മിയാൻഡ്രീന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈലമാണ് ഫൈലം നിഡേരിയ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഫൈലം സിലൻഡ്ര.